ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇവിടെ കുറച്ച് മാന്തൾ കറി വെച്ചാലോ. മാന്തൾ കറി വയ്ക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ കുറച്ചെടുത്തിട്ട് നമുക്ക് വറക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മാന്തളൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന്ന് പകുതി എടുത്തിട്ട് നമുക്ക് വറക്കുകയും ചെയ്യാം, പകുതി എടുത്തിട്ട് നമുക്ക് കറി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പകുതി എടുത്തിട്ട് ഞാൻ കുറച്ച് മസാലയൊക്കെ പരട്ടി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി വെച്ച് വരുമ്പോഴേക്കും മസാലയൊക്കെ മീനിൽ നല്ലതുപോലെ പിടിക്കും. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് കറി വയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ കറി വയ്ക്കുന്നതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻ കറിയിലേക്കൊക്കെ മുളകിൻ്റെ അതേ അളവ് തന്നെയാണ് ഞാൻ മല്ലി ചേർത്ത് കൊടുക്കാറ്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ചീരകവും 1/2 ടീസ്പൂണ് കുരുമുളകും ചേർത്ത് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരവ് ഒരു ചട്ടിയിലേക്ക് ഞാൻ ആഡ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 ചുവന്നുള്ളിയും കഴുകി വൃത്തിയാക്കിയിട്ട് ചതച്ചിടുന്നുണ്ട്. അതുപോലെ ഒരു 10 പച്ചമുളക് കീറിയതും ഒരു തണ്ട് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ട് ഞാൻ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കുറച്ച് കോൽപ്പുളി, നമ്മുടെ വാളംപുളി ഇല്ലേ, അതെടുത്ത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് പുളിവെള്ളം ഞാൻ ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് മീനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ അതിലേക്ക് ഉപ്പ് പിടിക്കണം. അപ്പോൾ ഉപ്പ് മീൻ കഷ്ണത്തിലൊക്കെ പിടിക്കണം വെച്ചെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കറിയിൽ ഉപ്പ് കുറവാണ് വെച്ചെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മീൻ കറിയിലൊക്കെ നന്നായി പിടിച്ച് കിട്ടും. അപ്പോൾ ഇതൊന്ന് വേഗം വെന്ത് വരട്ടെ നമുക്ക്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, കഷ്ണമൊക്കെ നല്ല വെന്തുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അതിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ മീൻ കറി കാച്ചുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ഓയിലോ സൺഫ്ലവറോ ആയിട്ട് വെച്ചാൽ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടില്ല, വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടില്ല. എന്ന് വെച്ചാൽ കാച്ചണവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ്, ഒരു തണ്ട് വേപ്പില ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരണോട് കൂടിയിട്ട് ഞാൻ ഒരു വറ്റൽമുളക് പൊട്ടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല രുചിയേറുന്ന ഒരു മാന്തൾ കറി ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെ ടേസ്റ്റായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മാന്തളമൊക്കെ ഇവിടെ സെറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് എല്ലാതും നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട്. പാനൊന്ന് ചൂടാവുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവുമ്പോൾ നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന നമ്മുടെ മാന്തൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാല എങ്ങനെ തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാന്തൾ ഒന്ന് മറിച്ചിടണേക്കാൻ മുന്നേ ഞാനൊരു 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം ഞാൻ ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മസാല സൂപ്പർ മസാലയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.